السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹ് മുആദ് പറഞ്ഞതുപോലെ സാദു സഫർ എന്ന സംരംഭത്തിൻ്റെ കീഴിൽ നടക്കുന്ന പഠന ക്ലാസ്സിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ഇവിടെ നടത്താൻ പോകുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അദില്ലത്തുഹ എന്ന ഗ്രന്ഥമാണ് നമ്മളതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. شروط لا إله إلا الله وأدلتها للشيخ محمد بن عبد الوهاب رحمه الله. الشرط الأول العلم بمعناها نفيا وإثباتا، ودليل العلم قوله تعالى: فاعلم أنه لا إله إلا الله، وقوله: إلا من شهد بالحق وهم يعلمون، أي بلا إله إلا الله وهم يعلمون بقلوبهم ما نطقوا به بألسنتهم. ومن السنة الحديث الثابت في الصحيح عن عثمان رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: من مات وهو يعلم أنه لا إله إلا الله دخل الجنة. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ കൊച്ചു ഗ്രന്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയുടെ നിബന്ധനകളാണ് അതിൻ്റെ തെളിവുകൾ സഹിതം വിശദീകരിക്കുന്നത്. ഷർത്തുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ഷുറൂത്ത്. ഷർത്തുൻ എന്ന് പറഞ്ഞാൽ നിബന്ധന, കണ്ടീഷൻ. ഇസ്ലാമിലെ ഏതൊരു കർമ്മത്തിനും, നമ്മൾ ഏത് കർമ്മം പരിശോധിച്ച് നോക്കിയാലും അതിന് ഫർളുകളുണ്ട്, ഷർത്തുകളുണ്ട്, അതിനെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട സുന്നത്ത് കർമ്മങ്ങളുണ്ട്. ഇത് ഇസ്ലാമിൻ്റെ കർമ്മങ്ങളുടെ പ്രത്യേകതയാണ്. ഷർത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം ഒരു കാര്യത്തെ അനിവാര്യമാക്കി തീർക്കുന്ന കാര്യം എന്നാണ് പറയുക. മുറുകെ പിടിക്കൽ നിർബന്ധമായ കാര്യം, അങ്ങനെയാണ് ഭാഷാ പണ്ഡിതന്മാർ ഷർത്ത് എന്നതിന് അർത്ഥം നൽകിയിട്ടുള്ളത്. ലുസൂമു ശൈ, ഒരു കാര്യത്തെ അനിവാര്യമാക്കുന്ന കാര്യം. ഫിഖ്ഹിന്റെ ഉലമാക്കൾ, ഉസൂൽ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ, അവരൊക്കെ ഷർത്ത് എന്നതിന് നിർവചനം നൽകിയത് ഷർത്ത് ഇല്ല എങ്കിൽ ഹുക്മ് ഉണ്ടാകുകയില്ല. ഷർത്ത് ഉണ്ടായി എന്നതുകൊണ്ട് ഹുക്മ് ഉണ്ടാകണമെന്നില്ല, ഇല്ലാതിരിക്കണമെന്നില്ല. ഇങ്ങനെയാണ് ഷർത്തിന് നിർവചനം പറയുക. യൽസമു മിൻ ആദമിഹി ആദമുൽ ഹുക്ം വലാ യൽസമു മിൻ വുജൂദിഹി വുജൂദുൽ ഹുക്മി വഅദമുഹു ലിദാതി. ഉദാഹരണത്തിന് നമുക്കൊക്കെ അറിയുന്ന ഒരു ഉദാഹരണം വെച്ച് പറയാം. വുളൂ എന്നത് നിസ്കാരത്തിന്റെ ഷർത്താണ്. നിസ്കാരം സഹിയാകാൻ വുളൂ വേണം. വുളൂ ഇല്ലാതെ നിസ്കാരം എന്ന ഹുക്കുമില്ല. എന്നാൽ വുളൂ ചെയ്തു എന്നത് കൊണ്ട് നിസ്കരിക്കൽ നിർബന്ധമില്ല. നിസ്കരിക്കണമെങ്കിൽ വുളൂ വേണം. വുളൂ ചെയ്തു എന്നത് കൊണ്ട് നിസ്കരിക്കണം എന്നില്ല. ഇതിനാണ് ഷർത്ത് എന്ന് പറയുക. അപ്പോൾ ഒരു കാര്യം ഉണ്ടാകാൻ അനിവാര്യമായ കാര്യം, അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വഹീഹാകാൻ ചില നിബന്ധനകളുണ്ട്. ഉലമാക്കൾ പറയുന്നത് ഒരു കർമ്മത്തിന് അടിസ്ഥാനപരമായുമുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് ശുറൂത്തുകൾ, രണ്ട് അർക്കാനുകൾ, ഫർളുകൾ. റുക്ന്
ഫർള് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാകാനുള്ളതാണ്. ഷർത്ത് എന്നത് ഒരു കാര്യം സ്വഹീഹാകാനുള്ളതാണ്. നിസ്കാരത്തിന്റെ റുക്കിനുകളാണ് നിൽക്കൽ, റുക്കുഅ്, സുജൂദ്, ഫാത്തിഹ ഓതൽ. ഇതൊക്കെ നിസ്കാരത്തിന്റെ റുക്കിനുകളാണ്. ഇതൊക്കെ ചേർന്നാലേ നിസ്കാരം എന്ന അമൽ ഉണ്ടാകും. അല്ലെങ്കിൽ നിസ്കാരം എന്ന അമലില്ല. ഏതെങ്കിലും ഒരു കാര്യം ഇല്ലാണ്ടായാൽ അതിന് ഷറൈന്റെ ഭാഷയിൽ, ഇസ്ലാമിന്റെ ഭാഷയിൽ സ്വലാത്ത്, നിസ്കാരം എന്ന് പറയില്ല. ഒരാള് നിസ്കരിച്ചു, ഫാത്തിഹ ഓതിയില്ല, അയാൾ നിസ്കരിച്ചിട്ടില്ല, അതിന് നിസ്കാരം എന്ന് പറയില്ല. ഒരാൾ നിസ്കരിച്ചു, റുക്കൂ ചെയ്തില്ല, അതിന് നിസ്കാരം എന്ന് പറയില്ല. കാരണം നിസ്കാരം എന്ന അമൽ ഉണ്ടാകണമെങ്കിൽ എന്തെല്ലാം കാര്യം വേണമോ അവകളാണ് റുക്കിൻ. ആ റുക്കിൻ ഒന്നില്ലാണ്ടായാൽ ആ അമലില്ല. ഷർത്ത് എന്ന് പറഞ്ഞാൽ ആ ഉണ്ടായ അമല് സ്വഹീഹാകാനുള്ളതാണ്. ഒരാൾ നിസ്കരിച്ചു, ഖിയാം നിന്നു, ഫാത്തിഹ ഓതി, റുക്കൂ ചെയ്തു, ഇഅ്തിദാൽ ചെയ്തു, സുജൂദ് ചെയ്തു, എല്ലാ റുക്കിനുകളും കൊണ്ടുവന്നു നിസ്കാരത്തിന്റെ. പക്ഷെ വുദൂ ചെയ്യാതെയാണ് അയാൾ നിസ്കരിച്ചത് എങ്കിൽ അയാൾ ചെയ്ത അമലിന് നിസ്കാരം എന്ന പേര് പറയും. എന്നാൽ ആ അമൽ സ്വഹീഹാകുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല. എന്തുകൊണ്ട്? ഷർത്ത് പാലിച്ചില്ല. അപ്പോൾ റുക്കിന് എന്ന് പറഞ്ഞാൽ അത് കർമ്മത്തിന്റെ ഉള്ളിലുള്ളതാണ്. റുക്കിനുകൾ ചേർന്നതാണ് ആ കർമ്മം. ഷർത്ത് എന്ന് പറഞ്ഞാൽ കർമ്മത്തിന്റെ പുറത്തുള്ളതാണ്. അത് ഉണ്ടെങ്കിലേ ഈ അമല്, ഈ കർമ്മം സ്വഹീഹാകും. ഇതാണ് ഷർത്തും ഫർളും, അല്ലെങ്കിൽ ഷർത്തും റുക്കിനും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലാ ഇലാഹ ഇല്ലല്ലയുടെ ഷർത്തുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ഷഹാദ സ്വഹീഹാകാനുള്ള ഷർത്തുകൾ. ഈ ഷർത്തുകൾ പാലിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞാൽ മാത്രമേ ഒരാളുടെ ലാ ഇലാഹ ഇല്ലല്ലാ സ്വഹീഹാകൂ. അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ സ്വഹീഹാകുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് വളരെ മഹത്വമുള്ള ഒരു കലിമത്താണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം എടുക്കപ്പെട്ടിരിക്കുന്നത് 5 കാര്യങ്ങളുടെ മേലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 5 കാര്യങ്ങളെ എണ്ണി. അതിൽ ഒന്നാമതായി എണ്ണിയത് ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഒന്നാമത്തെ ഇസ്ലാമിന്റെ പഞ്ചസ്തൂപങ്ങളിൽ ഒന്നാമത്തേത് ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇസ്ലാം കാര്യങ്ങൾ 5ഉം അമലാണ്, കർമ്മങ്ങളാണ്. 2 ഷഹാദത്ത് കലീമ കർമ്മാണ്, സലാത്ത് കർമ്മാണ്, സൗം നോമ്പ് കർമ്മമാണ്, സകാത്ത് കർമ്മമാണ്, ഹജ്ജ്, ഈ 5ഉം കർമ്മങ്ങളാണ്. കർമ്മങ്ങൾക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത് റുക്നുകൾ ഉള്ളത്, ഷർത്തുകൾ ഉള്ളത്. അപ്പോൾ ഇസ്ലാമിന്റെ പഞ്ചസ്തൂപങ്ങളിൽ ഒന്നാമത്തേത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന കർമ്മമാണ്. അത് സാക്ഷ്യം വയ്ക്കുക, അത് പറയണം, അതനുസരിച്ച് പ്രവർത്തിക്കണം, അമലാണത്. അപ്പോൾ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നതിന്റെ മേലാണ് ബാക്കി എല്ലാം നിലകൊള്ളുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കലിമത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് ആകാശഭൂമികളെ പടച്ചത്, സ്വർഗ നരകങ്ങളെ നിശ്ചയിച്ചത്. ആ കലിമത്തിലൂടെയാണ് ഒരാൾ വിശ്വാസിയും അവിശ്വാസിയുമാകുന്നത്. അടിമയും റബ്ബും തമ്മിലുള്ള കരാറാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ കലിമത്ത് തഖ്വയുടെ കലിമത്താണ്, കലിമത്തുൻ ത്വയ്യിബയാണ്, ഖൗലുൻ സാബിത്താണ്, സ്ഥിരപ്പെട്ട വാക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വ്യത്യസ്ത രീതിയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ലറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ, ത്വയ്യിബത്തായ കലിമത്താണിത് എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച് പറഞ്ഞു. യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയ വ ഫിൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും
അൽ ഖൗലു സാബിത്ത് കൊണ്ട് മുഅ്മിനീങ്ങളെ അല്ലാഹു ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞു. അൽ ഖൗലു സാബിത്ത്, സ്ഥിരപ്പെട്ട വാക്ക് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹാബാക്കളെ സംബന്ധിച്ചിട്ട് അല്ലാഹു പറഞ്ഞു വഅൽസമഹും കലിമത്തത് തഖ്വ വകാനൂ അഹക്ക ബിഹാ വഅഹ്ലഹാ. സഹാബാക്കളെ കലിമത്തു തഖ്വ കൊണ്ട് അള്ളാഹു നിർബന്ധിപ്പിച്ചു അത് സ്വീകരിക്കാൻ. അവരാണ് അതിന് അർഹർ, അതിന്റെ ആൾക്കാർ അവരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇവിടെ കലിമത്തു തഖ്വ കൊണ്ടുള്ള ഉദ്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ധാരാളം ആയത്തുകൾ കാണാം കലിമത്തു ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലയുടെ സ്ഥാനം അർഹിക്കുന്ന, സ്ഥാനത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല സകല പ്രവാചകന്മാരെയും നിയോഗിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ ശരിയായ അർത്ഥം ലാ മഅബൂദ ഹഖുൻ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹനായി അള്ളാഹു മാത്രമാണുള്ളത് എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അടിമകളിൽ അവൻ ഇഷ്ടമുള്ളവരെ പ്രവാചകന്മാരായി നിശ്ചയിക്കുന്നു. ഒന്നാമത്തെ റസൂൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാനത്തെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരെ അള്ളാഹു ആണ് നിയോഗിച്ചത്. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്? സമൂഹത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. വയുനസ്സിലുൽ മലായികത ബിർറൂഹി മിൻ അംരി, അള്ളാഹുവിൽ നിന്നുള്ള വഹിയുമായി മലക്കുകളെ അള്ളാഹു ഇറക്കുന്നു. അലാ മൻ യശാഉ മിൻ ഇബാദി, അവൻ ഉദ്ദേശിക്കുന്നവന്റെ അടിമകളുടെ മേൽ. എന്തിനാണ്? അൻ അൻദിറു അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. അങ്ങനല്ല ആയത്ത്? അൻ അൻദിറു അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഓരോ പ്രവാചകന്മാരെയും അള്ളാഹു നിയോഗിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് കലിമത്തു ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കിയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയുടെ അർത്ഥം ലാ മഅബൂദ ഹഖുൻ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹൻ അള്ളാഹു മാത്രമാണ് എന്ന. ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള സകല പ്രവാചകന്മാരുടെയും സമൂഹം പിഴച്ചത് ഇബാദത്ത് അള്ളാഹുവിന് നൽകുന്ന വിഷയത്തിലാണ്. നൂഹ് നബി മുതൽ ഇങ്ങോട്ടുള്ള സകല പ്രവാചകന്മാരുടെയും സമൂഹം അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിച്ചവരായിരുന്നു. അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തുകളെയും അംഗീകരിച്ചിരുന്നു. എന്നാൽ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം എന്നതിനെ അവർ നിഷേധിച്ചു. അപ്പോൾ കലിമത്തു ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയിൽ തൗഹീദിന്റെ 3 വിഭാഗങ്ങളും പെടുന്നുണ്ട്. കാരണം ഇബാദത്തിന് അർഹൻ ആരെ ആകാൻ പാടുള്ളൂ? റബ്ബേ ആകാൻ പാടുള്ളൂ. ഖാലിക്കും മാലിക്കും മുദബ്ബിറും ആരാണോ, പോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവൻ ആരാണോ അവൻ മാത്രമാണ് റബ്ബ്. നമ്മൾ റുബൂബിയത്ത് വിശദീകരിച്ചിരുന്നു. നവാഖ് ഇസ്ലാമിന്റെ ക്ലാസ്സിലും അൽ ഖവാഇദുൽ അർബയുടെ ക്ലാസ്സിലും റുബൂബിയത്ത്, ഉലൂഹിയത്ത്, അസ്മാ സിഫാത്തൊക്കെ വിശദീകരിച്ചിരുന്നു. റബ്ബായിട്ട് ആരുണ്ടോ അവനെ ഇബാദത്തിന് അർഹനായിട്ടുള്ളൂ. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിക്കൽ അനിവാര്യമാണ്. ഏതൊരുവൻ റബ്ബായിട്ടുണ്ടോ അവന് നാമങ്ങളും വിശേഷണങ്ങളും ഉണ്ട്. ആ നാമങ്ങളിലും വിശേഷണങ്ങളിലും അവൻ ഏകനാണ്. അള്ളാഹു റബ്ബായ അള്ളാഹുവിന് നാമങ്ങളുണ്ട് എന്ന് പറഞ്ഞു. വലില്ലാഹി അൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് നല്ല പേരുകളുണ്ട് എന്നല്ല പറഞ്ഞു. വലഹു അൽ മസലുൽ അഅല, ഉന്നതങ്ങളായ വിശേഷണങ്ങളും അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ 2 എണ്ണം. ഒന്ന് പേരുകൾ, 2 വിശേഷണങ്ങൾ. അപ്പോൾ അള്ളാഹുവിനുണ്ട് എന്നല്ല പറഞ്ഞ പേരുകളിലും വിശേഷണങ്ങളിലും അള്ളാഹുവിനെ ഏകനാക്കണം. അതാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. പേരുകളിലും സിഫത്തുകളിലും വിശേഷണങ്ങളിലും അള്ളാഹുവിനെ ഏകനാക്കൽ. അപ്പോൾ റബ്ബായ അള്ളാഹുവിന് പേരുകളുണ്ട്, സിഫത്തുകളുണ്ട്, അതിലും അള്ളാഹുവിനെ ഏകനാക്കണം. അപ്പോൾ പേരുകളും സിഫത്തുകളുമുള്ള റബ്ബായ അള്ളാഹ് മാത്രമാണ്
ഉലൂഹിയ്യത്തിന് അർഹൻ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയിൽ തൗഹീദുർ റുബൂബിയ്യത്ത് വന്നു, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് വന്നു, തൗഹീദുൽ ഉലൂഹിയ്യത്തും വന്നു. അപ്പൊ കലിമത്തു ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകാനുള്ള കാരണം, ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാഹ് ആകാനുള്ള കാരണം, സകല സമൂഹവും പിഴച്ചത് ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമാക്കുന്നതിലാണ്. അള്ളാഹുവിനെ റബ്ബാക്കുന്നതിൽ ആർക്കും തർക്കമില്ല. എല്ലാവരും അള്ളാഹുവിനെ റബ്ബാക്കിയിരുന്നു. നമ്മൾ അൽ ഖവായിദുൽ അർബ എന്ന ഗ്രന്ഥം വിശദീകരിച്ചപ്പോൾ കഴിഞ്ഞ മാസം അത് വിശദീകരിച്ചിരുന്നു. വക്കത്തെ മുശ്രിക്കിന്റെ വിശ്വാസം പോലും റബ്ബ് അള്ളാഹു ആണ് എന്നതാണ്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ്. ആകാശവും ഭൂമിയും പടച്ചത് ആര് എന്ന് മക്കത്തെ മുശ്രിക്കിനോട് ചോദിച്ചാൽ മക്കത്തെ മുശ്രിക്ക് പറയും അല്ലാഹ്. ഖുൽ അൽഹംദുലില്ലാഹ്, നബിയെ അൽഹംദുലില്ലാഹ് എന്ന് പറ. കാരണം ആ അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിച്ചു, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറ. ബൽ അക്സറുഹും ലാ യഅലമൂൻ, പക്ഷെ അധിക പേർക്കും അറിയുന്നില്ല. ആ റബ്ബിന് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ എന്നറിയുന്നില്ല. അതുപോലെ തന്നെ വലൈൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ. ആരാണ് ആകാശത്തിൽ നിന്നും മഴ വർഷിപ്പിക്കുകയും ആ മഴയിലൂടെ സസ്യലതാദികളെ ഭൂമിയിൽ മുളപ്പിക്കുകയും ചെയ്യുന്നത്? ഭൂമി നിർജീവ്യമായതിനു ശേഷം ഭൂമിയെ ജീവുറ്റതാക്കുന്നത് ആര് എന്ന് അവരോട് ചോദിക്കുകയാണ് എങ്കിൽ ലയഖൂലുന്ന അല്ലാഹ്, അവര് പറയും അല്ലാഹു ആണ് എന്ന്. ഖുലിൽ ഹംദുലില്ലാഹ്, നബി അൽഹംദുലില്ലാഹ് എന്ന് പറ. ആകാശത്ത് മഴ വർഷിപ്പിക്കുന്നതും ഭൂമിയെ അതിന്റെ നിർജീവ്യാവസ്ഥയിൽ ജീവുറ്റതാക്കുന്നതും അള്ളാഹു ആണെന്ന് അവർ അംഗീകരിച്ചു. അവരങ്ങനെ അംഗീകരിക്കും. നബിയോട് ചോദിക്കുക എന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ. ചോദിക്കുകയാണ് എങ്കിൽ അവർ പറയുന്നു. ആയത്തൊക്കെ അങ്ങനെയാണ്. അപ്പൊ അത് അവർ അംഗീകരിച്ചതാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ഖുൽ അൽഹംദുലില്ലാഹ് ബൽ അക്സറുഹും ലാ യഅഖിലൂൻ, പക്ഷെ അധിക പേരും ചിന്തിക്കുന്നില്ല. ഇതൊക്കെ റബ്ബാണെന്ന് അംഗീകരിച്ചിട്ട് ആ റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ അവർ ചിന്തിക്കുന്നില്ല എന്ന്. അപ്പോൾ മക്കത്തെ മുശ്രിക്ക് അടക്കം അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ അംഗീകരിച്ചവരായിരുന്നു. അവർക്കൊക്കെ പേച്ച പേവ് എവിടെയാണ്? ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കുന്നതിലാണ്. അതിനാണ് കലിമത്തു ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാഹ്. ഇതാണ് ശരിയായ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം. ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹൻ അള്ളാഹു മാത്രമാണ് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥത്തിൽ തന്നെ ഒരുപാട് ടീം പേച്ചു പോയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലക്ക് അർത്ഥം വെക്കുന്ന വിഷയത്തിൽ ഒന്നാമത്തെ ടീം വഹ്ദത്തുൽ വുജൂദിന്റെ ആൾക്കാരാണ്, സൂഫികളാണ്. അവർ പറയും ലാ മഅബൂദ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ ലാ മൗജൂദ ഇല്ലല്ലാഹ്. ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവൻ അള്ളാഹു മാത്രമാണ്. അത് തെറ്റായ അർത്ഥം കിട്ടും. ആരാധിക്കപ്പെടുന്നവരെല്ലാം അള്ളാഹുവാണ് എന്ന് വരും. അതുകൊണ്ട് ലാ മഅബൂദ ഹഖ്ഖുൻ എന്ന് പറയാതെ ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അർത്ഥം സഹിയാകുകയില്ല. അല്ലെങ്കിൽ ലാ മൗജൂദ ഇല്ലല്ലാഹ്, വഹ്ദത്തുൽ വുജൂദിന്റെ ആൾക്കാർ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു അർത്ഥമാണ് ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ഇവിടെ ഇല്ല. ഇവർ പറയുന്നത് സ്രഷ്ടാവും സൃഷ്ടിയും എന്ന വേർതിരിവില്ല, എല്ലാം ഒന്നാണ്. ആ എല്ലാ ഒന്നും ഖാലിക്കാണ്, അള്ളാഹുവാണ്. അടിമ എന്നൊന്നില്ല. അവർക്ക് രണ്ടും വേറെ വേറെ ഇല്ല. വഹദത്തുൽ വുജൂദിന്റെ നേതാക്കന്മാരിൽപ്പെട്ട ഒരാളാണ് ഇബ്നു അറബി. അദ്ദേഹത്തിന്റെ ഒരു കവിത, അറിയപ്പെട്ട ഒരു കവിത പണ്ഡിതന്മാർക്ക് ഉദ്ധരിക്കാറുണ്ട്. അവർ പറയും അബ്ദ് റബ്ബാണോ റബ്ബ് അബ്ദാണോ എന്നെനിക്കറിയില്ല. അത് അവർ പറയാ അൽ അബ്ദു റബ്ബുൻ വർ റബ്ബു അബ്ദുൻ. റബ്ബ് അബ്ദാണ്, അബ്ദ് റബ്ബാണ്. യാ ലൈത ശഅരി മനിൽ മുകല്ലഫു, എനിക്കറിയില്ല ആരാണ് മുകല്ലഫ്. മുകല്ലഫ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ, നിർബന്ധിപ്പിക്കപ്പെടുന്നവർ, കൽപ്പിക്കപ്പെടുന്നവർ ആണ് മുകല്ലഫ്. എനിക്കറിയില്ല ഇത് ആരാണ് മുകല്ലഫ് എന്ന്. ഇൻകുൽത അബ്ദുൻ, നീ അബ്ദാണ് മുകല്ലഫ്, അടിമയാണ് മുകല്ലഫ് എന്ന് പറഞ്ഞാൽ ഫദാക മൈതുൻ, അബ്ദ് എന്നൊന്നില്ല. കാരണം ഇവരുടെ വിശ്വാസപ്രകാരം നമ്മളൊക്കെ നിർജീവ്യരാണ്, മയ്യത്തുകളാണ്, നമ്മളൊക്കെ മയ്യത്താണ്.
വഇൻ ഖുൽത റബ്ബുൻ, ഇനി നീ റബ്ബാണ് എന്ന് പറഞ്ഞാൽ ഫഅന്നാ യുകല്ലഫു, ഓൻ എങ്ങനെയാണ് നിർബന്ധിപ്പിക്കപ്പെടുക? റബ്ബ് മുക്കല്ലിഫല്ലേ, മുക്കല്ലഫല്ലല്ലോ. അതുകൊണ്ട് റബ്ബ് അബ്ദ് എന്നൊന്നുമില്ല, എല്ലാവരും ഒന്ന് തന്നെയാണ്. വേദത്തിൽ വാദപ്രകാരം നമ്മളെല്ലാവരും മയ്യത്തുകളാണ്. എന്താ തെളിവ്? ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ, ഖുർആനിലുണ്ട്. നീ മയ്യത്താണ്, ഇവരെല്ലാവരും മയ്യത്താണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് ഖുർആൻ മാത്രം എടുത്താൽ എല്ലാവർക്കും തെളിവുണ്ട്, ഹദീസ് മാത്രം എടുത്താൽ എല്ലാവർക്കും തെളിവുണ്ട്. അവിടെയാണ് ഫഹ്മുസ് സലഫി സാലിഹ്, സഹാബാക്കളുടെ മൻഹജിനെ ഫോളോ ചെയ്യണമെന്ന വാചകം പ്രസക്തമാകുന്നത്. പലർക്കും പേച്ചോട്ടുണ്ട് ആ ഭാഗത്തും. ചിലർ പറയും നമ്മുടെ ജീവിക്കുന്ന പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തുമാണ്, ഖുർആനും സുന്നത്തും മാത്രം എടുത്താൽ മതി. സഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കി നോക്കേണ്ട ആവശ്യമില്ല, സലഫു സാലിഹ് എങ്ങനെ മനസ്സിലാക്കി നോക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് അവർ പറയുന്നത്? ഒന്ന്, ഖുർആനും ആയത്തും ഹദീസും പറയാം അവർക്ക്, ആയത്തും ഹദീസ് ഓതിയാൽ മുസ്ലിമായി. രണ്ട്, അവന്റെ ഹവ പറയാം ഇഷ്ടമുള്ള പോലെ. ഇങ്ങനെ ആര് മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ അവർ വഷളാവും. അതുകൊണ്ട് അവരെന്ത് ചെയ്യില്ല, സഹാബാക്കളുടെ ഫഹമിലേക്ക് മടങ്ങണം എന്ന് പറയില്ല. നമ്മുടെ നാട്ടിലുള്ള മർക്കസ് ദഅവക്കാരൊക്കെ വാദക്കാരാണ്. അവരുടെ പോസ്റ്ററിൽ തന്നെ അവർ എഴുതി വെക്കുക എന്താണ്? ഖുർആനിലേക്കും സുന്നത്തിലേക്കും സലഫുകളിലേക്കല്ല. എന്തിനാണ് ഖുർആനിലേക്കും സുന്നത്തിലേക്കും എന്ന് പറയുന്നത്? ഇവർ കുറെ മസലകൾ നിഷേധിക്കുന്നുണ്ട്. ആ നിഷേധിക്കുന്ന മസലകൾ ഇങ്ങനെ മനസ്സിലാക്കിയ സലഫാരാന്ന് ചോദിച്ചാൽ കുടുങ്ങും. ആയത്ത് ഹദീസ് ഓതാ, എല്ലാവർക്കും ആയത്ത് ഹദീസ് ഉണ്ട്. വഹദത്തുൽ വജൂദിന്റെ ആൾക്കാർക്ക് ലാ മൗജൂദ ഇല്ലല്ലൊക്കെ ആയത്തുണ്ട്. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ, ഖുർആൻ ആയത്താണ്. എന്നാൽ ആ ആയത്ത് കൊണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ മനസ്സിലാക്കിയ സഹാബി ആരാന്ന് ചോദിച്ചാൽ ഒരു വായിച്ച്, താബി ആരാന്ന് ചോദിച്ചാൽ മറുപടി ഇല്ല, ഇമാമുമാരാന്ന് ചോദിച്ചാൽ മുണ്ടാട്ടം ഇല്ല. അതുകൊണ്ട് അതൊന്നും ചോദിക്കാൻ പാടില്ല. ഹും റിജാൽ വനഹ്നു റിജാൽ, ഓരൊക്കെ ആൾക്കാർ നമ്മളെ പോലത്തെ ആൾക്കാരാണ്, അവർക്ക് മരിച്ചുപോയി, നമ്മൾ ഖുർആനും സുന്നത്തും എടുക്കുള്ളൂ എന്ന് പറയും. മർക്കസ് ദഅവക്കാര് സിഹറിന്റെ ആയത്തോതും സിഹർ ഫലിക്കൂല എന്ന് പറയും. ആരാ പറഞ്ഞത് മർക്കസ് ദഅവക്ക് മുമ്പ് സിഹർ ഫലിക്കൂല? അള്ളാഹും അള്ളാന്റെ റസൂലും പറഞ്ഞിന്. എന്റെ ആയത്ത് ഹദീസോതും ഈ ആയത്ത് വെച്ചിട്ട് സിഹർ ഫലിക്കൂല എന്ന് ആരാ പറഞ്ഞ? അത് ചോദിക്കാൻ പാടില്ല. ഹും റിജാൽ വനഹ്നു റിജാൽ, ഓരോ ആൾക്കാർ നമ്മൾ ആൾക്കാർ ആയത്ത് ഓതിയാൽ മതി. എന്റെ സ്വന്തം ഹവ പറയാ, സ്വന്തം ദേഹേച്ഛ പറയാ. അങ്ങനെ സ്വന്തം ദേഹേച്ഛ പറയാൻ ആയത്തിനെയും ഹദീസിനും വിട്ടുകൊടുത്താൽ വഹദത്തുൽ വജൂദിന്റെ ആൾക്കാർക്കും ആയത്ത് ഹദീസുണ്ട്, ഖബറാരാധകർക്ക് ആയത്ത് ഹദീസുണ്ട്, സൂഫികൾക്ക് ആയത്ത് ഹദീസുണ്ട്, ഖവാരിജികൾക്കും മുഅ്തസിലകൾക്കും ജഹ്മികൾക്കും ആയത്ത് ഹദീസുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയ സലഫ് ആരെയും ചോദിച്ചാലാണ് അവർ കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഖുർആനും ഹദീസും സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ തന്നെ മനസ്സിലാക്കണം. സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത അഖീദ ദീനല്ല, സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത ഇബാദത്ത് ദീനല്ല. സഹാബാക്കൾ മനസ്സിലാക്കിയതിനെതിരായി ഒരായത്ത് മനസ്സിലാക്കാൻ പാടില്ല, ഒരു ഹദീസ് മനസ്സിലാക്കാൻ പാടില്ല. സഹാബാക്കൾ എന്ത് മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കണം, അത് തന്നെ മനസ്സിലാക്കണം. സഹാബാക്കളെ ഫോളോ ചെയ്യണം, അതാണ് ഇത്തിബാ. നമ്മൾ പറയില്ല ഫോളോ ചെയ്യണം. ആരെ ഫോളോ ചെയ്യേണ്ടത്? സഹാബാക്കളെ. ഖുർആനെയും ഹദീസിനെയും സഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കിയോ അതിനെ ഫോളോ ചെയ്യണം. അതിനാണ് ഇത്തിബാ എന്ന് പറയാം. അല്ലാണ്ട് ഖുർആനെയും ഹദീസിനെയും നീ നേർക്ക് നേർക്കെടുക്കണം, അതാണ് ഇത്തിബാ അല്ല. അത് തെറ്റായ മനസ്സിലാക്കലാണ്. ചിലരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ തഖ്ലീദ് ചെയ്യാത്ത ആൾക്കാരാണ്, നമ്മൾ ഇത്തിബായിന്റെ ആൾക്കാരാണ്, നമ്മൾ ഖുർആനെയും സുന്നത്തിനെയും ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ആ വാചകം ശരിയാണ്. ഖുർആനെയും സുന്നത്തിനെയും ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. എങ്ങനെ ഫോളോ ചെയ്യും? ആ ഖുർആനെയും ഹദീസിനെയും സഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കി അങ്ങനെ ഫോളോ ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പേ അഹ്ലു സുന്നയാകും, അവനെ വിജയിക്കും ദുനിയാവിലും ആഖിറത്തിലും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന അർത്ഥം വെച്ച് പേച്ചു പോയവരാണ് വഹദത്തുൽ വജൂദിന്റെ അഹ്ലുകാർ. അർത്ഥം തെറ്റാണ്. രണ്ടാമത്തെ ടീം അശ്അരികളാണ്. നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാര്, തബ്ലീഗുകാര്, അവരൊക്കെ ഈ അർത്ഥം വെക്കുന്നവരാണ്. ലാ റബ്ബ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ റബ്ബ ഇല്ലല്ലാഹ് എന്നർത്ഥം. അശ്അരികളെ വലിയ വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട അശ്അരികളുടെ കിബാറുൽ ഉലമ എന്ന് പറയുന്നവരിൽപ്പെട്ട ആൾക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന അർത്ഥം വെച്ചിട്ടുള്ളത്. അബ്ദുൽ ഖാഹിർ അൽ ബഗ്ദാദി, അബുൽ ഫതഹ് അശ്ശഹറസ്താനി, ഇമാം ബൈഹഖി, ഫഖ്റുദ്ദീൻ അർ-റാസി, ഇവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ലാ റബ്ബ ഇല്ലല്ലാഹ് ലാ ഖാദിറ അലൽ ഇഖ്തിറാഇ ഇല്ലല്ലാഹ്, സൃഷ്ടിക്കാനുള്ള കഴിവുള്ളവൻ അല്ലാഹ് മാത്രമാണ് എന്നർത്ഥം വെച്ചിട്ടുണ്ട്. ആ അർത്ഥവും തെറ്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം
ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാഹ് എന്നാണ്. ഇതാണ് അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ അടുക്കലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. അഹ്ലു സുന്നത്ത് ജമാഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹാബാത്ത് അടക്കമുള്ള സലഫുകളുടെ അടുക്കലുള്ള അർത്ഥം ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം വെക്കുന്നതിൽ പഴച്ചുപോയ മൂന്നാമത്തെ ടീം ഇഖ്വാനുൽ മുസ്ലിമൂൻ, നമ്മുടെ നാട്ടിലെ ജമാഅത്ത് ഇസ്ലാമിക്കാർ. അവർ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഹാക്കിമിയത ഇല്ലല്ലാഹ്, ഹാക്കിമായിട്ട് അല്ലാഹു മാത്രമേ ഉള്ളൂ, വിധികർത്താവായിട്ട് അല്ലാഹ് മാത്രമേ ഉള്ളൂ. ഹക്കാണ്, ഈ വാദങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം അതല്ല. ഹാക്കിം അല്ലാഹുവാണ്. ഇന്നിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. സംശയമില്ലാത്തവരെ, ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം ലാ ഹാക്കിമിയത ഇല്ലല്ലാഹ് എന്നല്ല. ഹാക്കിമിയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉലൂഹിയത്തിന്റെ പരിധിയിൽ പെടുന്ന ഒന്നാണ്. പക്ഷെ ഹാക്കിമിയത്ത് മാത്രമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബാദത്ത് മുഴുവനും അള്ളാഹുവിന് മാത്രം എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചില ആൾക്കാർ പറയും, ഇവരെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ പറയും ലാ മുതാ ഇല്ലല്ലാഹ്, അനുസരിക്കപ്പെടാൻ അർഹൻ അല്ലാഹ് മാത്രമാണ് എന്ന്. ഈ ഇഖ്വാനുൽ മുസ്ലിമൂനിൽപ്പെട്ട ജമാഅത്ത് ഇസ്ലാമിക്കയിൽപ്പെട്ട ചില വ്യക്തികൾ അങ്ങനെ അർത്ഥം വെക്കാറുണ്ട്, ലാ മുതാ ഇല്ലല്ലാഹ്. അതും തെറ്റാണ്. പിന്നെ ശരിയായ അർത്ഥം എന്താണ്? ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാഹ്. എന്താണ് തെളിവ്? ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലയിലേക്കാണ്. ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. നാം നൂഹിന്റെ സമൂഹത്തിലേക്ക് നിയോഗിച്ചു പ്രവാചകനായിട്ട്. നോഹ് തന്റെ ജനതയോട് പറഞ്ഞു, യാ ഖൗമി, ഓ എന്റെ ജനതേ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹു അല്ലാത്തൊരു ഇലാഹ് നിങ്ങൾക്കില്ല. നമ്മൾ ഉഅ്ബുദുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ശേഷം പറഞ്ഞതാണ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹ് അല്ലാത്തൊരു ഇലാഹ് നിങ്ങൾക്കില്ല. ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതാണ് ലാ ഇലാഹ. ഇലാഹ് എന്ന് പറഞ്ഞാൽ ഐ മഅബൂദ്, ഇബാദത്ത് ചെയ്യപ്പെടുന്നവൻ. അലഹ യഇലഹു ഇലാഹതൻ വ ഇലാഹൻ വ ഉലൂഹിയതൻ എന്ന് പറഞ്ഞാൽ അബദ യഅബുദു ഇബാദതൻ, ആരാധിക്കുക എന്നാണ് അർത്ഥം, ഇബാദത്ത് ചെയ്യുക എന്നാണ് അർത്ഥം. അലഹ യഇലഹു ഇലാഹൻ വ ഇലാഹതൻ അബദ യഅബുദു ഇബാദതൻ. ഫിആൽ വസ്ലാണ് ഇലാഹ്, അർത്ഥം മഫ്ഊലിന്റെ അർത്ഥമാണ് മഅ്ലൂഹ്, ആരാധിക്കപ്പെടുന്നവൻ. മഅബൂദ്, ആരാധിക്കപ്പെടുന്നവൻ എന്നാണ് ഇലാഹിന്റെ അർത്ഥം. ഇതെങ്ങനെ മനസ്സിലായി? നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയെ ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹു അല്ലാത്തൊരു ഇലാഹ് നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നൂഹ് നബിയുടെ ഖൗം പ്രതികരിച്ചു. ഖാലൂ അജിതനാ ലിനഅബുദല്ലാഹ വഹദ വനദറ മാ കാന യഅബുദു ആബാഉനാ ഫഅതിനാ ബിമാ തഈദുനാ ഇൻ കുൻത മിനസ് സാദിഖീൻ. യാ നൂഹ് അജിതനാ ലിനഅബുദല്ലാഹ വഹദ, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണോ നീ വന്നത്? അത് കൽപ്പിക്കാനാണോ വന്നത്? വനദറ മാ കാന യഅബുദു ആബാഉനാ, നമ്മുടെ പൂർവികരൊക്കെ ഇബാദത്ത് ചെയ്ത ആൾക്കാരെ ഉപേക്ഷിക്കണം എന്നാണോ നീ പറയുന്നത്? അതായത് ഒറ്റ ഇലാഹ്, ഒറ്റ മഅബൂദേ ഉള്ളൂ എന്നാണോ നീ പറയുന്നത്? ഈ കണ്ടു കാണുന്ന ആൾക്കാരൊന്നും മഅബൂദ് അല്ല എന്നാണോ നീ പറയുന്നത്? നൂഹ് നബിയുടെ ഖൗമിന്റെ മറുപടി അജിതനാ ലിനജ്അലല്ലാഹ റബ്ബൻ എന്നല്ല പറഞ്ഞേ, പിന്നെയോ ലിനഅബുദല്ലാഹ വഹദ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് കൽപ്പിക്കാനാണോ നീ വന്നത്? വനദറ മാ കാന യഅബുദു ആബാഉന, നമ്മുടെ പൂർവികരൊക്കെ ആരാധിച്ച ആരാധ്യന്മാരെ ഉപേക്ഷിക്കണം എന്നാണോ നീ പറയുന്നത്? അങ്ങനെയാ നീ പറയുന്നെങ്കിൽ ഫഅതിനാ ബിമാ തഈദുന, നമ്മളത് അംഗീകരിച്ചിട്ടില്ല എങ്കിൽ ശിക്ഷ കിട്ടുന്നല്ലേ നീ പറഞ്ഞത്, ആ ശിക്ഷ നിന്റെ അള്ളാഹിനോട് തരാൻ വേണ്ടി പറയും, നീ സത്യം പറയുന്ന ആളാണെങ്കിൽ എന്ന് വെല്ലുവിളിച്ചു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ. ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷണിച്ചത് ലാ ഇലാഹ ഇല്ലല്ലയിലേക്കാണ്, സംശയമില്ല. അവസാനത്തെ പ്രവാചകൻ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖൗമിനോട് പറഞ്ഞത് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയാൻ വേണ്ടി പറഞ്ഞു, കുൽ ഇന്നി നുഹീതു അൻ അഅബുദല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്. നബിയെ അങ്ങ് പ്രഖ്യാപിക്കണം, നിങ്ങൾ അള്ളാഹ്ക്ക് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഇബാദത്ത് ചെയ്യുന്നതിനെ ഞാൻ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. കുൽ ലാ അത്തബിഉ അഹ്വാഅകും, നബി അങ്ങ് പറ, നിങ്ങളുടെ ദേഹേച്ഛയെ ഞാൻ ഫോളോ ചെയ്യുകയില്ല. ഖദ് ലലൽതു ഇദൻ വമാ അന മിനൽ മുഹ്തദീൻ, അങ്ങനെ നിങ്ങളുടെ ദേഹേച്ഛയെ ഞാൻ ഫോളോ ചെയ്താൽ
ഞാൻ പേച്ചു പോവും, ഞാൻ ഹിദായത്ത് പ്രാപിച്ച ആളാകൂല. എന്താ പറഞ്ഞത്? നുഹീതു അൻ അഅബുദ ഖുൽ ഇന്നമാ ഉമിർതു അൻ അഅബുദല്ലാഹ വലാ ഉശ്രിക ബിഹി ഇലൈഹി അദ്ഉ വ ഇലൈഹി മആബ്. ഞാൻ കൽപ്പിക്കപ്പെട്ടത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാനാണ്, അവൻ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കാനുമാണ്, അവനിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത്, അവനിലേക്കാണ് എൻ്റെ മടക്കം എന്ന്. അപ്പൊ കൽപ്പിക്കപ്പെട്ടതും നിരോധിക്കപ്പെട്ടതും എന്താണ്? അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നതിനെ നിരോധിക്കപ്പെട്ടു. കുൽ, നബി അങ്ങ് പറയുക, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുള്ളൂ, പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഞാൻ ഒരാളെയും പങ്കാക്കുകയില്ല. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്, അള്ളാഹിനോടൊപ്പം നീ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഖുർആനിൽ അള്ളാഹു ക്ഷണിക്കാൻ പറയുന്നത് എടുത്തേക്കാണ്, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കണം എന്ന. അപ്പോൾ ഓരോ പ്രവാചകന്മാരും ക്ഷണിച്ചത് എങ്ങോട്ടേക്കാണ്? അള്ളാഹ് പറയുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഓ പ്രവാചകരെ, അങ്ങേക്ക് മുമ്പുള്ള എല്ലാ പ്രവാചകന്മാർക്കും നാം വഹി നൽകിയിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ മാത്രമാണ്, അതുകൊണ്ട് എനിക്ക് ഇബാദത്ത് ചെയ്യണം എന്ന്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാന പ്രവാചകന്മാരുടെ ദഅവത്ത് പഠിച്ചാൽ തിരിയും എന്താണ്? ഈ പ്രവാചകന്മാരൊക്കെ ദഅവത്ത് എങ്ങോട്ടേക്കാണ്? ഉഅ്ബുദുല്ലാഹ്. അള്ളാഹ് പറയുന്നു, എല്ലാ പ്രവാചകന്മാരെയും നാം നിയോഗിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ടാണ് എന്ന്. അപ്പൊ ലാ ഇലാഹ ഇല്ല അർത്ഥം എന്താണ്? ലാ മഅബൂദ ഹഖ്കുൻ ഇല്ലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയച്ചു. ആ സന്ദർഭത്തിൽ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് ചെയ്യേണ്ട രീതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ ചില റിപ്പോർട്ടിൽ കാണാം, ഇന്നക തഖ്ദമു അലാ ഖൗമിൻ അഹ്ലി കിതാബിൻ, നീ പോകുന്നത് വേദഗ്രന്ഥം നൽകപ്പെട്ട ഒരു ഖൗമിലേക്കാണ്. ഫൽയകുൻ അവ്വല മാ തദ്ഉഹും, അല്ലെങ്കിൽ ഫൽതകുൻ അവ്വലു മാ തദ്ഉഹും ഇലൈ ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്. ചില റിപ്പോർട്ടിലുള്ളത് ഇമാം ബുഖാരിക്ക് ഉദ്ധരിച്ച റിപ്പോർട്ടിൽ കാണാം, ഫൽയകുൻ അവ്വല മാ തദ്ഉഹും ഇലൈഹി ഇബാദത്തുല്ലാഹ്, നീ ക്ഷണിക്കുന്ന ആദ്യത്തെ എന്താവട്ടെ? ഇബാദത്തുള്ളയാവട്ടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ ദഅവത്തിൽ മറിച്ച് എന്തിലേക്ക് ദഅവത്ത് ചെയ്യാനാണ്? ഇബാദത്തുള്ളയിലേക്ക് ദഅവത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വിഷയത്തിലാണ് മക്കത്തെ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തതും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മക്കത്തെ മുശ്രിക്ക് അള്ളാഹ് റബ്ബാണെന്ന് അംഗീകരിച്ചിരുന്നു. അപ്പൊ തബ്ലീഗുകാരുടെ വാദം പൊളിഞ്ഞു. റുബൂബിയത്തിലേക്കുള്ള ദഅവത്ത്, തബ്ലീഗുകാരുടെ ദഅവത്ത് ബാത്തിലാണ്. റുബൂബിയത്തിലേക്ക് ഒരു പ്രവാചകൻ ദഅവത്ത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ലാ റബ്ബ ഇല്ലല്ലാഹിലേക്ക് ദഅവത്ത് ചെയ്യുന്ന തബ്ലീഗുകാരുടെ ദഅവത്ത് ബാത്തിലാണ്, അത് സഹിയല്ല, മൻഹജുൽ അംബിയായിനെതിരാണ്, ഖുർആന്റെ മൻഹജിനെതിരാണ്. കാരണം മക്കത്തെ മുശ്രിക്കുകൾ റബ്ബ് അള്ളയാണെന്ന് അംഗീകരിച്ചു. ഒരുപാട് ആയത്തുകൾ നമ്മൾ ഓതി കഴിഞ്ഞ അൽ ഖവാഇദ് അർബന്റെ ക്ലാസ്സിൽ. പിന്നെ എതിർത്തത് എവിടെയാണ്? അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഈ മുഹമ്മദ് ഒരുപാട് ഇലാഹുകളെ ഒറ്റ ഇലാഹാക്കുകയാണോ? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇത് അത്ഭുതമുള്ള കാര്യമാണ്. ലാത്ത ഇബാദത്തിന് അർഹനാണ്, ഉസ്സ ഇബാദത്തിന് അർഹനാണ്. ഇവർക്കൊക്കെ ഇബാദത്ത് ചെയ്യുന്നുണ്ടവർ, വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ഉറൂസ് നടത്തുന്നുണ്ട്, നേർച്ച വഴിപാട് നടത്തുന്നുണ്ട്, അറിവ് നടത്തുന്നുണ്ട്. ഇതൊക്കെ അല്ലാഹ്ക്കേ പാടുള്ളൂ എന്ന് പറയുന്ന മുഹമ്മദിന്റെ വാദം അത് അത്ഭുതമാണ്. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. വലാ ഇലാഹ ഇല്ലല്ലാഹ് മാന ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും വ്യക്തം, ലാ മഅബൂദ ഹഖ്കുൻ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹൻ, ഇബാദത്തിന് അർഹൻ അല്ലാഹ് മാത്രമാണ് എന്ന മാനയാണ് സഹീഹായ മാന. ലാ മഅബൂദ ഹഖ്കുൻ ഇല്ലല്ലാഹ് എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം വെക്കേണ്ടത്. മഹത്തരമായ കലിമത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ ഷർത്തുകളും ഫർളുകളും പാലിച്ചുകൊണ്ട് ഒരാൾ ജീവിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്തും ഫർളും പാലിച്ചുകൊണ്ട് തന്നെ ജീവിക്കണം. അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ പറഞ്ഞു, ഇന്ന നാസൻ യഖൂലൂൻ
മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ചില ആൾക്കാർ പറയുന്നു ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഓൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന്. അപ്പോൾ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഅദ്ദാ ഹഖ്ഖഹാ വഫർളഹാ ദഖലൽ ജന്ന. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയും അതിന്റെ ഷർത്തും ഫർളും പാലിക്കുകയും ചെയ്താൽ ഓൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗത്തിൽ കടക്കുമെന്നുള്ള ഉദ്ദേശം എന്താണ്? അതിന്റെ ഷർത്തുകളും ഫർളുകളും പാലിക്കണം. മൻ അദ്ദാ ഹഖ്ഖഹാ, ഇവിടെ ഹഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷർത്താണ്. നിബന്ധനകളെ ആരെങ്കിലും പാലിച്ചാൽ, വഫർളഹാ, അതിന്റെ ഫർളുകളെയും ആരെങ്കിലും പാലിച്ചാൽ, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്തും ഫർളും പാലിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഉച്ചരിക്കണം എന്നാണ് അർത്ഥം. വഹബ് ബിൻ മുനബ്ബഹ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ ചോദിച്ചു, അലൈസ ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിലെ താക്കോലല്ലേ? അപ്പോൾ വഹബ് ബിൻ മുനബ്ബഹ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ബല, അതെ, വലാകിൻ മാ മിൻ മിഫ്താഹിൻ ഇല്ലാ വലഹു അസ്നാൻ, ഒരു ചാവിയും തന്നെ ഇല്ല അതിന് പല്ലില്ലാതെ. എല്ലാ ചാവിക്കും താക്കോലിനും പല്ലുകളുണ്ട്. ഫഇൻ ജിഇത ബിമിഫ്താഹിൻ ലഹു അസ്നാൻ ഫുതിഹ ലക്, നീ പല്ലുകളുള്ള താക്കോലുമായിട്ടാണ് ഡോർ തുറക്കുന്നതെങ്കിൽ ആ ഡോർ തുറക്കപ്പെടും. വഇല്ല ലം യുഫ്തഹ്, ഇല്ല എങ്കിൽ തുറക്കപ്പെടൂല. ഇതുകൊണ്ട് അദ്ദേഹം എന്ത് ഉദ്ദേശിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷർത്തും ഫർളുണ്ട്, അത് പാലിച്ചുകൊണ്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗത്തിൽ കടക്കും. അതാണ് മിഫ്താഹുൽ ജന്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ ഡോറിനും എല്ലാ ചാവിക്കും പല്ലുണ്ട്. ആ പല്ലും ഡോറിന്റെ ആ ദ്വാരവും ഒത്തു വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡോർ തുറക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ചാവി ഇട്ട് ഏതെങ്കിലും ഡോർ തുറക്കാൻ പറ്റുമോ? ഇല്ല. ഓരോ ഡോറിനും അതിൻ്റെതായ ചാവിയുണ്ട്. ഓരോ ചാവിക്കും പ്രത്യേകം പ്രത്യേകം പല്ലുകളുണ്ട്. പല്ല് മനസ്സിലായ? ചാവിക്കുണ്ടാവില്ല അങ്ങനെ പല്ലുകൾ, പല വ്യത്യസ്ത പല്ലുകളുണ്ട്. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിന്റെ ചാവിയാണ്. പക്ഷെ ആ ചാവിക്കൊന്നുണ്ട്, പല്ലുണ്ട്. എന്താ പല്ല്? ഷർത്തുകളും ഫർളുകളുമാണ്. അപ്പൊ ആ ഷർത്തും ഫർളും പാലിച്ചാലേ സ്വർഗത്തിൽ കിടക്കാൻ പറ്റുള്ളൂ, വെറുതെ പറഞ്ഞാൽ പോരാ. അപ്പൊ ആ ഷർത്തും ഫർളും പാലിച്ചുകൊണ്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവൻ നേടിയ ഏറ്റവും വലിയ അനുഗ്രഹതാണ്. സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, മാ അൻഅമല്ലാഹു അലാ അബ്ദിൻ മിനൽ ഇബാദി നിഅമതൻ മിൻ അൻ അറഫഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളിൽ നിന്നുമുള്ള ഒരടിമക്കും തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കി കൊടുത്തു എന്നതിനേക്കാൾ മഹത്തരമായ ഒരു അനുഗ്രഹവും ചെയ്തിട്ടില്ല എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും എനിക്ക് കഴിഞ്ഞു പോയ നബിമാരെല്ലാം ചൊല്ലിയ ഏറ്റവും മഹത്തരമായ വചനം അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഏറ്റവും മഹത്തരമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ചാൽ ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയം അവൻ അതിലൂടെ നേടിയെടുക്കാൻ പറ്റുന്നതാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞു, അല്ലാഹുവേ, നീ എനിക്കൊരു കലിമത്ത് പഠിപ്പിച്ചു തരണം. ആ കലിമത്ത് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് നിന്നെ ഓർക്കാൻ പറ്റണം, അതിലൂടെ എനിക്ക് നിന്നോട് ദുആ ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള ഒരു കലിമത്ത് നീ എനിക്ക് പറഞ്ഞതാ. അള്ളാഹു പറഞ്ഞു, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹു അതെല്ലാവരും പറയുന്ന വാചകല്ലേ, എനിക്ക് മാത്രമായിട്ട് ഒരു കലിമത്ത് പറഞ്ഞതാ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തിനെ തുലാസിന്റെ ഒരു തട്ടിലും ആകാശങ്ങളും ആകാശത്തിലുള്ള സകലതും, അള്ളാഹു ഒഴികെയുള്ള ഭൂമിയിലുള്ള സകലതും മറ്റേ തട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തട്ട് കനത്താൽ താഴുന്നതാണ്, കനം തൂങ്ങുന്നതാണ്. അത്ര ഭയങ്കര കലിമത്താണ്. നാളെ പരലോകത്ത് ഒരു പാപിയായ അടിമയെ കൊണ്ടുവരപ്പെടും. അദ്ദേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ പാപത്തിന്റെ ലിസ്റ്റുകൾ നിരത്തപ്പെടും. 99 ഏടുകൾ, 99 രജിസ്റ്റർ ബുക്ക്, അദ്ദേഹത്തിന്റെ പാപങ്ങൾ രജിസ്റ്റർ ചെയ്ത ബുക്കുകൾ കണ്ണെത്താ ദൂരത്തുണ്ടാവും. അള്ളാഹു ഇത് കാണിച്ചു കൊടുക്കും, ഇതൊക്കെ നിന്റെ പാപങ്ങളല്ലേ, നീ വല്ലതും നിഷേധിക്കുന്നുണ്ടോ? അപ്പോൾ ആ പാപിയായ അടിമ പറയും, ഇല്ല അള്ളാഹു, ഞാൻ നിഷേധിക്കുന്നില്ല. നിനക്ക് വല്ല നന്മയും ഉണ്ടോ? അതല്ല നിനക്ക് വല്ല ഉദറും കാരണം ബോധിപ്പിക്കാനുണ്ടോ? ഇല്ല അള്ളാഹുവേ, ഒക്കെ ഞാൻ ചെയ്തതാണ്, ഞാൻ സമ്മതിക്കുന്നു. അള്ളാഹു പറഞ്ഞു, ഇന്നേ ദിവസം അനീതി ചെയ്യപ്പെടുകയില്ല, നീതി മാത്രമുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം. നാളെ പരലോകത്ത് അനീതി കാണിക്കപ്പെടുകയില്ല. അങ്ങനെ അള്ളാഹു ഒരു കാർഡ് കൊണ്ടുവരാൻ വേണ്ടി പറയും. ആ
ആ കാർഡിൽ ഉണ്ടാവും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ കാർഡ് കൊണ്ടുവരും. അല്ലാഹു പറയും ഇന്ന ദിവസം നീ അനീതി കാണിക്കപ്പെടുകയില്ല. അപ്പോൾ ആ പാപിയായ അടിമ പറയും, അല്ലാഹുവേ, ഈ 99 ഏടുകൾ, ഞാൻ ചെയ്ത പാപങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട 99 ഏടുകൾ മുമ്പിൽ ഉണ്ടായിരിക്കെ ഈ ഒരു കാർഡ് കൊണ്ട് എന്ത് പ്രയോജനം ചെയ്യാനാ? അല്ലാഹു പറയും ഇന്ന ദിവസം നീ അനീതി കാണിക്കപ്പെടുകയില്ല. ഈ പാപി ചെയ്ത പാപങ്ങളെല്ലാം 99 രജിസ്റ്റർ ബുക്കുകളെല്ലാം ഒരു തുലാസിന്റെ ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന കാർഡ് മറ്റേ തട്ടിലും വെക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാർഡ് തൂങ്ങുകയും അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയാകുകയും ചെയ്യും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അബ്ദിൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാ ദഖലൽ ജന്ന. ഏതൊരു അടിമയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അബൂദർ റളിയല്ലാഹു തആല ചോദിച്ചു, വൈൻ സന വൈൻ സറഖ, അവൻ വ്യഭിചരിക്കുകയും കക്കുകയും ചെയ്താലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈൻ സന വൈൻ സറഖ, ഓൻ വ്യഭിചരിച്ചാലും ശരി കട്ടാലും ശരി. അപ്പോൾ അബൂദർ വീണ്ടും ചോദിക്കും, വൈൻ സന വൈൻ സറഖ, ഓൻ വ്യഭിചരിച്ചാലും കട്ടാലും സ്വർഗ്ഗത്തിൽ കിടക്കോ? റസൂലുള്ളാഹി പറഞ്ഞു, വൈൻ സന വൈൻ സറഖ, ഓൻ വ്യഭിചരിച്ചാലും കട്ടാലും സ്വർഗ്ഗത്തിൽ കിടക്കും. അബൂദർ മൂന്നാമത്തെ പ്രാവശ്യം ചോദിക്കും, വൈൻ സന വൈൻ സറഖ, വ്യഭിചരിക്കുകയും കക്കുകയും ചെയ്താലും സ്വർഗ്ഗത്തിൽ കിടക്കോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈൻ സന വൈൻ സറഖ അലാ റഗ്മി അൻഫി അബീ ദർ, കട്ടാലും ശരി വ്യഭിചരിച്ചാലും ശരി അബൂദറിന് ഇഷ്ടമില്ലെങ്കിലും ശരി ഓൻ സ്വർഗ്ഗത്തിൽ കിടക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത്ര മഹത്തരമായ കലിമത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കലിമത്ത് നമുക്ക് ഉപകരിക്കണമെങ്കിൽ അതിന്റെ ഷർത്തുകൾ പാലിക്കണം, ഫർളുകൾ പാലിക്കണം. ഷർത്തുകളും ഫർളുകളും പാലിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലാണ് ഈ മഹത്തരമായ അനുഗ്രഹം അടിമക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും പഠിക്കുന്നത് പോലെ, നോമ്പിന്റെ ഷർത്തും ഫർളും പഠിക്കുന്നത് പോലെ, സക്കാത്തിന്റെ ഷർത്തും ഫർളും പഠിക്കുന്നത് പോലെ, ഹജ്ജിന്റെ ഷർത്തും ഫർളും പഠിക്കുന്നത് പോലെ എന്നല്ല, അതിനേക്കാൾ ഗൗരവത്തിൽ പഠിക്കേണ്ടതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയുടെ ഷർത്തും ഫർളും. എല്ലാവർക്കും നിസ്കാരത്തിന് ഷർത്തും ഫർളും അറിയാം, നോമ്പിന്റെ ഷർത്തും ഫർളും അറിയാം, ഹജ്ജിന്റെ ഷർത്തും ഫർളും അറിയാം, സക്കാത്തിന്റെ ഷർത്തും ഫർളും അറിയാം. എന്നാൽ ഇതെല്ലാം സ്വീകരിക്കണമെങ്കിൽ വേണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തും ഫർളും ആർക്കും അറിയില്ല, അല്ലെ? നിസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്താണ്. നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്താണ്. സക്കാത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്താണ്. ഹജ്ജ് സ്വീകരിക്കപ്പെടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്താണ്. ഒരു അടിമ ചെയ്യുന്ന ഏതൊരു അമലും സ്വീകരിക്കപ്പെടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്താണ്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കാനുള്ള ഷർത്ത് എന്താണ്? അതാർക്കും അറിയുകയും ചെയ്യില്ല. വളരെ ഗൗരവമുള്ള വിഷയമാണ് അത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകളും ഫർദുകളും ചെറിയ രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അദില്ലത്തുഹ എന്ന ഗ്രന്ഥത്തിൽ അവകളാണ് വിശദീകരിക്കുന്നത്. അതിലൂടെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഇഅ്റാബ് പറയുമ്പോൾ അത് തുലാബുൽ ഇൽമും കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന് ഇഅ്റാബ് പറയും പണ്ഡിതന്മാര്. പ്രത്യേകം പണ്ഡിതന്മാർ കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്, ഇഅ്റാബു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ലാ എന്നുള്ളത് നഫീൽ ജിൻസാണ്. ലാ ഇലാഹ് എന്നുള്ളത് എന്താണ്? ലാന്റെ ഇസ്മാണ്, ഇന്നന്റെ അമൽ ചെയ്യുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ അതിന്റെ ഖബർ എന്ത് എന്ന വിഷയത്തിൽ പണ്ഡിതർ ചർച്ചയുണ്ട്. ചിലർ പറഞ്ഞു ലാ ഇലാഹ ലന, നമുക്ക് അള്ളാഹു അല്ലാതെ ഇലാഹ ഇല്ല. ശരിയല്ല, തെറ്റാണ്. ലാ ഇലാഹ ലന എന്നുള്ളതല്ല ഖബർ. അപ്പൊ നമ്മല്ലാത്തവർക്ക് അള്ളാഹു അല്ലാത്ത ഇലാഹ ഉണ്ടെന്ന് കിട്ടും, ശരിയാവില്ല. ചില പറഞ്ഞു ലാ ഇലാഹ സിവല്ലാ, അതും ശരിയല്ല. ലാ ഇലാഹന്റെ ഖബർ എന്തേ ആവാൻ പാടുള്ളൂ? ഹക്കുൻ എന്നേ ആകാൻ പാടുള്ളൂ. യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു മാത്രമാണ്. അപ്പൊ വ്യാജ ആരാധ്യന്മാരുണ്ട്, ഒന്നും ആരാധ്യന്മാരല്ല, വ്യാജന്മാരാണ്. അതുകൊണ്ട് ലാ ഇലാഹ എന്നതിന്റെ ഖബർ എന്തേ ആകാൻ പാടുള്ളൂ? ഹക്കുൻ. ആരാ പറഞ്ഞത് ഹക്കേ ആകാൻ പാടുള്ളൂ? അള്ളാഹു പറഞ്ഞതാണ്. ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്
ഫഅന്നമാ തദ്ഊന മിൻ ദൂനി യദ്ഊന മിൻ ദൂനിഹി ഹുവൽ ബാത്തിൽ. അല്ലാഹു മാത്രമാണ് ഹക്ക്, അള്ളാഹ്ക്ക് പുറമെ ഇവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ബാത്തിലാണ് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹക്കാരേ ഉള്ളൂ, അള്ളേ ഉള്ളൂ. ലാ ഇലാഹ ഹക്കുൻ ഇല്ലല്ലാ എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ ശരിയായ അർത്ഥം. അപ്പോൾ ലാ ഇലാഹ എന്ന ലാന്റെ ഖബർ എന്താണ്? ഹക്കുൻ എന്നാണ്. ലാ ഇലാഹ ഹക്കുൻ. നമുക്ക് വായിക്കും.